ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായില്ലേ ഞാനിങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു വോയിസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടൊക്കെ കുറേ നാളായില്ലേ. അപ്പോൾ എന്തായാലും ഇതിലിപ്പോൾ സിമ്പിളായിട്ട് നമ്മളൊരു 2-3 ദിവസത്തെ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത്. കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊരു ദിവസം മോർണിംഗിൽ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിട്ടിരുന്ന വീഡിയോ എന്ന് പറയുന്നത് അതിലൊന്നും പറയാതെയൊക്കെ ആയിരുന്നു അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് ഞാൻ അങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയതാണ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ എന്താണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു കട്ടിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ശബ്ദം, കുക്കിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ശബ്ദം, അങ്ങനെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുക. ഞാൻ വെറുതെ ഒന്ന് നോക്കിയത്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. വെറുതെ ആ സൗണ്ടുകൾ മാത്രമായിട്ടുള്ള ഒരു രീതി, ഒരു സൈലൻറ്റ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനതങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പിന്നെ അടുപ്പിച്ച് അങ്ങനെ ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് ആർക്കും അത് താല്പര്യമായിട്ടുണ്ടാവില്ല, കാരണം ഒന്നും പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ക്യാപ്ഷൻ കൊടുക്കായിരുന്നു സംഗതി. പക്ഷെ എനിക്ക് ഭയങ്കര പിന്നെ എഡിറ്റിങ് ചെയ്ത് വരുമ്പോൾ ഒരു മടി പിടിക്കുന്ന കാരണം പിന്നെ ഞാനതങ്ങനെ വിട്ടതാണ്. ഇന്നിപ്പോൾ കുറേ നാളായി ഒന്ന് വോയിസ് ഓവർ കൊടുത്ത് ചെയ്യാം ഈ വീഡിയോ എന്ന് കരുതി. നിങ്ങളും എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാനപ്പോൾ വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് വേറൊരു ദിവസത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ജസ്റ്റ് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് നമ്മൾ ചീസൊന്ന് കൊടുത്ത് ചീസ് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സൈലൻറ്റ് വ്ളോഗ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനത്തെ വീഡിയോസിലിടാം. അതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളൊക്കെ മുന്നേ ചെയ്തിട്ടുള്ള റെസിപ്പീസുകൾ തന്നെയാണ് അതിൽ കാണിക്കുന്നത്. ഞാനത് മെയിൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സൗണ്ടുകൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മുന്നത്തെ വീഡിയോസ്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്നൊക്കെ കരുതുന്നു കേട്ടോ. ഇത് ഞാൻ വേറൊരു ദിവസം എടുത്തൊരു വീഡിയോ. അത് ജസ്റ്റ് നൂഡിൽസ്, മോന് മാഗി വേണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അങ്ങനെ നൂഡിൽസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലൈവ് വീഡിയോസ് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്തൊരു ഇതുണ്ടായിരുന്നല്ലോ യൂട്യൂബിൽ. അപ്പോൾ ഞാനപ്പോൾ പകുതി വെച്ചിട്ട്, അതായത് കംപ്ലീറ്റ് ആവണേക്കാളും മുന്നേ ഞാനൊന്ന് ജസ്റ്റ് ലൈവ് പോയി. അത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാനത് ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സായിട്ടാണ് വന്നത്, 1 മിനിറ്റിൻ്റെ കഴിഞ്ഞ അടുത്തുള്ളൂ. അപ്പോൾ ഇത് വേറെ ദിവസത്തിൻ്റെ വീഡിയോ. ഇനി ഇത് നമ്മളിപ്പോൾ അടുത്ത്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സൺഡേ ആണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ഇത് നമ്മുടെ സേമിയ ഉപ്പുമാവ്, ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് സേമിയ ഉപ്പുമാവാണ് തയ്യാറാക്കിയത്. അതിൻ്റെ സംഭവങ്ങളാണ്. അപ്പോൾ ഞാനിതിൽ ഏതാണെന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, കാരണം ഓൾറെഡി ഞാൻ എൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ഞാൻ ലിങ്ക് ഒന്നില്ലെങ്കിൽ താഴെയോ അല്ലെങ്കിൽ മേലൈക്കണിൽ കൊടുക്കാം. ഇതിന് സിമ്പിളാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. നമ്മൾ സേമിയ ഉപ്പുമാവിന് നമ്മൾ സേമിയ എടുക്കുക. അപ്പോൾ വറുത്ത സേമിയ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതാണെങ്കിൽ അത് വാങ്ങിക്കാം.
എന്നിട്ട് ഇതിൽ നമ്മൾ ഇപ്പം ഞാൻ തയ്യാറാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കടായി എടുക്കുക, അതിലേക്ക് നെയ്യാണ് ഞാൻ കൂടുതലും ഉപ്പുമാവിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. ഉപ്പുമാവ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടമാകും, അതാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ നിങ്ങൾക്ക് കാഷ്യൂ നട്ട് ആണെങ്കിൽ അത് താല്പര്യം അത് ചേർത്ത് കൊടുക്കാം. അതല്ല പീനട്ട്, അതായത് കടലയല്ല കപ്പലണ്ടിയാണ് താല്പര്യമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് സവോള, ഇഞ്ചി, പച്ചമുളക്, സാധാരണ നമ്മൾ ഉപ്പുമാവിലൊക്കെ ചേർക്കുന്ന സംഭവങ്ങൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വെജിറ്റബിൾസൊക്കെ ചേർക്കാണ്ട്. ഇപ്പോൾ ഗ്രീൻ പീസ് ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം, ബീൻസ് ചേർക്കാം, ഒക്കെ നമ്മുടെ താല്പര്യം ഉണ്ടെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം സവോളയും തക്കാളി സവോളയും പച്ചമുളക് ഇഞ്ചിയും വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് എന്ത് ചേർക്കുക, നമ്മൾ വറുത്ത സേമിയ പാക്കറ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ, അതിൽ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വറുക്കാത്ത സേമിയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുക. അതായിരിക്കും അങ്ങനെ അതായത് റോസ്റ്റ് ചെയ്യാത്ത സേമിയ ആണെങ്കിൽ കേട്ടോ, കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ നമ്മൾ സവോളയൊക്കെ വഴറ്റിയതിന് ശേഷം നമ്മളിതിൽ റോസ്റ്റഡ് ആയിട്ടുള്ള പാക്കറ്റിൽ ആ ഒരു സംഭവം സേമിയ ഇതിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ച് അതിൻ്റെ ഒരു മീതക്കി ആവുന്ന രീതിയിൽ, അല്ലാണ്ടല്ല എന്നൊരു പക്കത്തിനൊപ്പത്തിൽ നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അത് വെള്ളമൊക്കെ വറ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സേമിയ ഉപ്പുമാവ്. പിന്നെ കളറിന് വേണമെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നുള്ള് എന്താ പറയുക, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്താൽ ഒരു യെല്ലോ കളർ കിട്ടും. അപ്പോൾ ഇതിലങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സേമിയ ഉപ്പുമാവ്. വെള്ളം വറ്റിച്ചെടുക്കുക, വല്ലാണ്ട് കുഴഞ്ഞു പോവാത്ത രൂപത്തിൽ എടുക്കണം, അതാണ് എൻ്റെ മെയിൻ കാര്യം. കുഴഞ്ഞു പോയാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതായത് ചൂടാറി കഴിയുമ്പോൾ ഇതിങ്ങനെ ഒറ്റയായിട്ട് കിടക്കും സേമിയ. അപ്പോൾ അതാണ് എൻ്റെ ടേസ്റ്റ് കൂടുക. ഓക്കെ, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് സേമിയ ഉപ്പുമാവ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഓരോന്നും ഞാനത് ചെയ്യുന്നതിൻ്റെ ഇതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കും. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ,
സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പല ദിവസത്തെ കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതുപോലത്തെ വീഡിയോസെല്ലാം മിക്കതും വരുള്ളൂ കേട്ടോ. കാരണം കാര്യമായിട്ട് ഒന്നും സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ മറക്കണ്ട, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസുകൾ ഉണ്ടെങ്കിൽ എഴുതാനും മറക്കരുത്. ഓക്കെ, സോ ബൈ.